2026 സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് 2 മാസങ്ങൾ പിന്നിടുമ്പോൾ ഗ്ലോബൽ എൻ്റർടൈൻമെൻറ്റ് വേൾഡിൽ ഒരൊറ്റ പേരിങ്ങനെ ആവർത്തിച്ച് കേൾക്കുന്നുണ്ട്. യെസ്, K-pop Demon Hunters. ഗോൾഡൻ ഗ്ലോബ്സും ഗ്രാമിയും കടന്ന് ഇന്ന് ഓസ്കാർ നോമിനേഷൻസിൽ വരെ ഹൈ വോൾട്ടേജിൽ ഉയർന്നു കേൾക്കുന്നത് ഇതേ പേര് തന്നെയാണ്. ചരിത്രം പാടെ തിരുത്തി കുറിച്ചുകൊണ്ട് 68ാമത് ഗ്രാമി അവാർഡ്സിൽ ചിത്രത്തിലെ ഗോൾഡൻ എന്ന ട്രാക്ക് ഗ്രാമി നേടുന്ന ആദ്യ K-pop ഗാനമെന്ന ഐതിഹാസിക റെക്കോർഡ് സ്വന്തമാക്കി കഴിഞ്ഞു. 83ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്സിൽ ബെസ്റ്റ് അനിമേറ്റഡ് ഫീച്ചർ, ബെസ്റ്റ് ഒറിജിനൽ സോങ് എന്നീ 2 മേജർ അവാർഡ്സാണ് ഇവർ നേടിയത്. സിനിമയുടെ അൾട്ടിമേറ്റ് സ്റ്റേജ് ആയ 98th ഓസ്കാർ നോമിനേഷൻസിലും ബെസ്റ്റ് അനിമേറ്റഡ് ഫീച്ചർ, ബെസ്റ്റ് ഒറിജിനൽ സോങ് കാറ്റഗറികൾ ഇടം പിടിച്ചിരിക്കുന്നു. വരാനിരിക്കുന്ന K-popന്റെ വലിയ ചരിത്ര മാറ്റങ്ങൾക്ക് ഡീമൺ ഹണ്ടേഴ്സ് തുറന്നിടുന്ന ഈ വാതിൽ ഒരു ബെഞ്ച് മാർക്കാണ്. എന്നാൽ ഡീമൺ ഹണ്ടേഴ്സിന് ഇത്രയധികം അംഗീകാരം ലഭിക്കാനും ഈ അവാർഡുകൾ വാരികൂട്ടാനും കാരണമെന്തായിരിക്കും? പറയാം. ഒരു സാധാരണ അനിമേഷൻ സിനിമ എന്നതിലുപരി K-pop ഡീമൺ ഹണ്ടേഴ്സിന് ഒരു ഗ്ലോബൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചത് അതിൻ്റെ സൗണ്ട് ട്രാക്കിൻ്റെ പവർ തന്നെയാണ്. സിനിമയിലെ പാട്ടുകൾ വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതല്ല. ഇതിൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസർമാർ ശരിക്കുമുള്ള K-pop ഹിറ്റ് മേക്കേഴ്സാണ്. സിനിമ കാണാത്തവർ പോലും ഗ്രാമി നേടിയ ഗോൾഡൻ എന്ന സോങ്ങിൻ്റെ ആരാധകരായി മാറി. സംഗീതവും ആക്ഷനും തമ്മിലുള്ള പെർഫെക്റ്റ് സിങ്ക് ആളുകളെ ശരിക്കും ഹരം കൊള്ളിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ വിഷ്വൽ സ്റ്റൈലാണ്. സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർവേഴ്സ് ഒക്കെ ചെയ്ത അതേ ടീം ആയതുകൊണ്ട് തന്നെ ഓരോ ഫ്രെയിമും ഒരു ആർട്ട് വർക്ക് പോലെയാണ്. K-popലെ വൈബ്രന്റ് നിറങ്ങളും നിയോൺ എസ്തെറ്റിക്സ്, ഡാർക്ക് ഫാന്റസിയും തമ്മിലുള്ള ആ മിക്സിംഗ് പ്രേക്ഷകർക്ക് ഒരു പുതിയ വിഷ്വൽ എക്സ്പീരിയൻസ് നൽകി. സാധാരണ അനിമേഷൻ സിനിമകളിൽ ഹീറോസും വില്ലനും തമ്മിലുള്ള ഒരു കഥയാണെങ്കിൽ ഇതിൽ K-pop ഐഡലുകളുടെ യഥാർത്ഥ ജീവിതം കാണിക്കുന്നുണ്ട്. അവരുടെ കഠിനമായ ഡാൻസ് പ്രാക്ടീസ്, ഡയറ്റിംഗ്, സോഷ്യൽ മീഡിയ പ്രഷർ, മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഇതിൽ വിഷയമാകുന്നുണ്ട്. ഡീമൺസിനെ വേട്ടയാടുന്നത് അവരുടെ പ്രൊഫഷന്റെ ഒരു മെറ്റഫർ കൂടെയായാണ് ഇതിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കൊറിയൻ സംസ്കാരം, അവിടുത്തെ ഭക്ഷണം, ഫാഷൻ, ആചാരങ്ങൾ എന്നിവയെല്ലാം ലോകത്തിന് മുന്നിൽ വളരെ കൂളായി ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നു. ഇത് K-pop ഫാൻസിനെ മാത്രമല്ല ഏഷ്യൻ കൾച്ചറിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും സിനിമയോട് അടുപ്പിച്ചു. അനിമേഷൻ കുട്ടികൾക്ക് മാത്രമാണെന്നുള്ള ധാരണ ഈ സിനിമ പൊളിച്ചു. മുതിർന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസും വയലൻസും ആക്ഷനും ഇതിലുണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയതുകൊണ്ടാണ് ഇത് വെറും അനിമേഷൻ മൂവി എന്നതിലുപരി ഒരു അവാർഡ് വിന്നിംഗ് മാസ്റ്റർ പീസ് ആയത്. K-pop Demon Hunters വെറും ഒരു സിനിമയല്ല, ഇതൊരു ഗ്ലോബൽ റെവല്യൂഷനാണ്. 2025 ജൂണിൽ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ഈ ചിത്രം വെറും 10 ആഴ്ച കൊണ്ട് 500 മില്യൺ വ്യൂസ് കടന്ന് നെറ്റ്ഫ്ലിക്സ് ഹിസ്റ്ററിയിലെ തന്നെ മോസ്റ്റ് വാച്ചഡ് ഫിലിം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നു. ഹൺഡ്രഡ്സ് ഗേൾസും അവരുടെ എതിരാളികളായ സാജ ബോയ്സും തമ്മിലുള്ള പോരാട്ടം യുവാക്കൾക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. 2026 സമ്മറിലെ ലെഗോ സെറ്റുകളും 2029 വരാനിരിക്കുന്ന സ്വീക്കലും ഈ ഫ്രാഞ്ചൈസി എത്രത്തോളം വലുതാകാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ്. മാഗി ഗാങ്ങും ക്രിസ് അബ്രഹാംസും ഒരുക്കിയ ഈ വിഷ്വൽ ട്രീറ്റ് സംഗീതത്തിന്റെയും പോരാട്ടത്തിന്റെയും പുതിയൊരു വേൾഡ് തന്നെയാണ് നമുക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. എന്തായാലും ഓസ്കാറിലും ഡീമൺ ഹണ്ടേഴ്സ് ഉയരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. K-pop ഡീമൺ ഹണ്ടേഴ്സ് കണ്ടവർ കമന്റ് ചെയ്യാൻ മറക്കണ്ട. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. സോ അതുവരെ ബൈ ബൈ ഗായ്സ്.